എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇനിയിപ്പോ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് ബിരിയാണി വീടുകളിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 12 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവാണ്. ഒരാൾക്ക് 2 പീസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 സവാള കട്ട് ചെയ്തത് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള 4 സവാളയാണ്. ഇതിൽ നിന്നും 3 സവാള നമ്മളിപ്പോൾ ഓൾറെഡി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു സവാളയുടെ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് 3 തക്കാളിയാണ്. അല്പം ചെറിയ തക്കാളിയാണ് കേട്ടോ, ഒരുപാട് വലിയ തക്കാളിയൊന്നും അല്ല. 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്ക് ഒരു 10 പച്ചമുളകാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനായിട്ട് പച്ചമുളക് 10 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി. ഇതിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 1/2 സ്പൂൺ അളവിൽ മാത്രം മതിയാകും. 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവില് ബിരിയാണി മസാലപ്പൊടി, 1/2 സ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടി, ചിക്കൻ ആവശ്യമായ ഉപ്പ്, 1/2 കപ്പ് തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ, 1 പിടിയോളം മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് നമ്മുടെ കൈ കൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ചിക്കനിലേക്ക് ഈ ഒരു മസാല എല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് സവാള നേരിട്ട് ചേർത്തതിന് പകരമായിട്ട് ഫ്രൈ ചെയ്ത സവാളയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ചിക്കൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചിക്കൻ പീസുകൾ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. ചിക്കൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ അരി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. സെല്ല ബസുമതി റൈസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് 1 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളതും. അങ്ങനെ നമ്മുടെ അരി നല്ല പോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുതിർക്കാനായിട്ട് ഒന്ന് മൂടി വെക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അങ്ങനെ ചിക്കൻ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ കുതിർത്തിയ അരി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലോണം തന്നെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളവും ഈ ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് നല്ലവണ്ണം വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ചിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് റൈസിന് ആവശ്യമായ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു നുള്ള് സജീരകം, 5 ഗ്രാമ്പു, 1 സ്റ്റാർ, 5 ഏലക്ക ചതച്ചത്, 2 ചെറിയ ബേ ലീഫ്, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം ഇപ്പോ നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം കുതിർത്തിയ അരി വെള്ളത്തിലേക്ക് വാരിയിട്ട് കൊടുക്കാം. അരി മുഴുവനും മാറിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അരി ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ അരി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുവാണ്. ഇനി ഒരു പകുതി നാരങ്ങ നീര് കൂടെ ചേർക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ഭാഗത്തോളം വേവായി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കരുത്. അരി തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ടും. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ പീസുകൾ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. അത്യാവശ്യം വെള്ളത്തോടുകൂടി തന്നെ ചിക്കൻ പീസുകളെല്ലാം നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെയും ഈ ഒരു ഗ്രേവിയിലേക്ക് നെയ്യൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ നെയ്യ് ചേർത്ത് തയ്യാറാക്കാനാണ് ഇഷ്ടമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോ എണ്ണയുടെ ഉപയോഗം വളരെ കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആയപ്പോ
വീണ്ടും മൂടി തുറന്ന് നോക്കാം. അരി നമുക്ക് ഒരു 3/4 ഭാഗത്തോളം വേവായി കിട്ടിയാൽ മതിയാകും. ഇപ്പോ അരി 1/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ ഈ ഒരു വെള്ളത്തിൽ നിന്നും കോരി ചിക്കനിലേക്ക് ചേർക്കാം. ഇപ്പോ ചിക്കനിൽ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് വേവിച്ച ചോറ് ചേർക്കാം. നമുക്കിതിന്റെ മേലെയായിട്ട് കാഷ്യൂസും റൈസിൻസും ഒനിയനും കൂടെ നിരത്തണം. വീണ്ടും നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ചോറ് കൂടെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് മുഴുവനും ഈ ഒരു ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെയായിട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്ത കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗരം മസാലപ്പൊടി, ഇതിന് പകരമായിട്ട് ബിരിയാണി മസാലപ്പൊടിയും ചേർക്കാവുന്നതാണ്. കാഷ്യൂസ്, റൈസിൻസ്, ഒനിയൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയില നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു തരി പോലും എയർ പുറത്തേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് ഒരു മൂടി വെച്ചിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലിരുന്ന് ഒന്ന് വേവായി വരട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ചെയ്യാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ കഴിയുമ്പോഴാണ് ബിരിയാണി തുറന്ന് നോക്കേണ്ടത്. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൂടി തുറക്കരുത്. ഈ ഒരു ബിരിയാണിയുടെ ആ ഒരു ആവിപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുകളിലത്തെ റൈസ് ഒന്ന് കോരി മാറ്റാം. ഈ ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. കഷ്ണങ്ങളിലേക്കൊക്കെ മസാല നല്ലവണ്ണം പിടിച്ചിരിക്കുവാണ്. നമുക്ക് ഒരുപാടൊന്നും കുത്തി ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ താഴെ ഒരു ഭാഗത്ത് നിന്ന് വേണം നമുക്ക് റൈസും ചോറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ മുകളിലത്തെ ചോറ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാല ചോറിന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓവർ മസാലകളൊന്നും തന്നെ ഇല്ലാതെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.